മൊറട്ടോറിയം പ്രഖ്യാപനം കൊണ്ട് വയനാട്ടിലെ ബാങ്ക് വായ്പാ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്ന് ദുരന്തത്തിനിരയായവർ പറയുന്നു. മൊറട്ടോറിയത്തിന്റെ കാലയളവ് കഴിഞ്ഞാൽ പലിശയടക്കം പിന്നീട് തിരിച്ചടക്കേണ്ടി വരും. സർവ്വ സ്വത്തുക്കളും ഉപജീവന മാർഗവും ഇല്ലാതായ യൂസഫ് വായ്പ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന ചോദ്യമുന്നയിക്കുന്ന പലരിൽ ഒരാളാണ്. Good morning, teachers and all my dear friends. Today I would like to speak a few words about the importance of water. There is a famous saying, if you save water, water will save you. All living things on earth need water. Life without water can be never imagined. Human beings and all other animals cannot be survive without water. Planets also need water to grow and survive. ഒന്നാം ക്ലാസ്സുകാരി ഋഷ മെഹബിൻ വെള്ളത്തിന്റെ ശക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് ഒരുപക്ഷെ ഉപ്പൂപ്പ യൂസഫിനും ഉമ്മുമ്മ സൂറാബിക്കും മനസ്സിലായിരിക്കണമെന്നില്ല. പക്ഷേ എല്ലാം തകർത്തെറിയുന്ന വെള്ളത്തിന്റെ രൗദ്രഭാവത്തെക്കുറിച്ച് ഇവർക്കല്ലാതെ മറ്റാർക്ക് പറയാനാകും? ദുരന്തം നടന്ന രാത്രി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു യൂസഫ്. അക്കാരണം കൊണ്ടാണ് അദ്ദേഹവും കുടുംബാംഗങ്ങളും രക്ഷപ്പെട്ടത്. ദിവസങ്ങൾക്കപ്പുറം വീട് നിന്ന ഇടത്തുനിന്ന് ലഭിച്ച പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മുസല്ലയും കുറച്ച് രേഖകളും പോലീസ് അവർക്ക് നൽകി. 40 വർഷത്തോളം ചൂരൽമലയിൽ അവർ താമസിച്ചു എന്നതിന്റെ ഏക രേഖ. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് സ്വന്തമായി വീടെന്ന സ്വപ്നം പൂർത്തിയാക്കിയത്. കിണർ വൃത്തിയാക്കുന്ന ജോലിയാണ് യൂസഫിന്. ജോലി സാമഗ്രികളും സ്കൂട്ടറുമെല്ലാം ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇനി എന്തു ചെയ്യുമെന്നറിയില്ല. ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ഇലക്ഷന്റെ പിറ്റേന്നും ഇങ്ങനെ രണ്ടാളും കൂടി പോയി. അവിടെ ഇലക്ഷന്റെ പിറ്റേന്ന് പോയിട്ട് പുഴയെ കൂടെ ഇങ്ങനെ നടക്കുക. എന്റെ വണ്ടി എവിടെയും കിട്ടുമോ എന്നില്ല. വണ്ടി എന്റെ അരിപ്രശ്നമായിരുന്നു സാറേ. ബൈക്കൊരു പിന്നെ 2 വീലർ ഉണ്ടായിരുന്നു. അതെന്റെ അരിപ്രശ്നമായിരുന്നു സാറേ. അത് വലിയ ഞാൻ അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്നത്. ഞാൻ അതിലായിട്ട് പിക്കാസ് ഞാൻ പറഞ്ഞ സാറേ, കുളങ്കോരി, കൊട്ട, ടിന്ന്, കയറ് എല്ലാ സാധനവും വെച്ച് കെട്ടി രാവിലെ എണിച്ചാൽ ഞാൻ എല്ലാ വീടുകളിൽ കൂടെ കിണർ കഴുകാൻ ഇങ്ങനെ സ്പിരിറ്റ് ആങ്കി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പുതിയത് കുത്തി കൊടുക്കുക, ഇങ്ങനത്തെ പഠിക്കുക. എൻ്റെ കൂടെ വേറെ 3-4 ആളും ഉണ്ട്. ഞങ്ങളിങ്ങനെ അതിൽ നടക്കുന്നത് സാർ. അപ്പൊ വണ്ടി പോയത് വലിയ കഷ്ടത്തിലാണ്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പയെടുത്താണ് വീട് നിർമ്മിച്ചത്. 2 ലക്ഷത്തിലധികം രൂപ ഇനിയും തിരിച്ചടയ്ക്കാനുണ്ട്. നിലവിൽ മൊറട്ടോറിയത്തിന്റെ സാവകാശമുണ്ടെങ്കിലും ഇതെല്ലാം തിരിച്ചടക്കേണ്ടി വരുമെന്ന് ഉറപ്പാണെന്നും യൂസഫ്. അത് വലിയ പ്രശ്നമില്ല. ഇപ്പൊ മൊറട്ടോറിയം ഇതൊക്കെ കിട്ടുമെന്ന് പ്രശ്നമില്ല. പക്ഷെ നമ്മളിനിപ്പോൾ അത് കൊണ്ടുപോയിട്ട് മൊറട്ടോറിയം കഴിഞ്ഞ് ഒന്നിച്ചടക്കണം. 19 ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റിയതാണ്. കാരണം 19 6 മാസമോ 8 മാസമായിട്ട് ഇതുപോലെ മൊറട്ടോറിയൊക്കെ ഒന്ന് ബാങ്കുകാർ ചോദിച്ചില്ല. ഇത് കഴിഞ്ഞ പാട് 8 മാസം കഴിഞ്ഞ പാട് ഒരു കടലാസ് കൊണ്ടുപോയിട്ടുണ്ട് ചുമരിൽ ഒട്ടിച്ചിട്ട്. ഒരു കടലാസ് കൊണ്ടുപോയിട്ട് ബാങ്ക് ചുമരിലൊട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചവരുടെയൊക്കെ സ്ഥിതി അതേ സ്ഥിതിയായിരിക്കും. കാരണം ഈ മൊറട്ടോറിയം കൊണ്ട് നമ്മൾ തൽക്കാലം കടത്തിന്റെ മുകളിൽ കടം പിന്നെ ആക്കുകയാണെന്നല്ലേ ഉള്ളൂ. പലിശ വീണ്ടും കേടല്ല സാർ. അപ്പോൾ ബാങ്കുകളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സാർ. അവർ കിട്ടാവുന്ന ഏത് വഴിയൊക്കെ ഉണ്ടോ അതൊക്കെ അവർ നോക്കും. പുനരധിവാസം അടക്കമുള്ള വിഷയങ്ങളിൽ ആശങ്കകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. ആരോഗ്യസ്ഥിതി മോശമായതിനാൽ പഴയ പോലെ ജോലി ചെയ്യാനാകുമോ എന്നും അറിയില്ല. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ മുന്നിൽ വഴിയൊന്നുമില്ല. കേന്ദ്ര ഇടപെടലില്ലാതെ ഇക്കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകില്ല. കേന്ദ്രം സഹായം പ്രഖ്യാപിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നൽകിയ പ്രതീക്ഷ വെറുതെയാകുമോ എന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നു. പ്രധാനമന്ത്രി വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു, എന്തെങ്കിലും നമ്മുടെ കേരളത്തിന് കിട്ടും, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷ. എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ മങ്ങിക്കിടക്കുകയാണ് സാറേ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി പ്രഖ്യാപിക്കണം. നമ്മൾ ഇന്ത്യക്കാരല്ലേ സാറേ. അപ്പം നമുക്ക് പ്രഖ്യാപിക്കണം. നമുക്ക് കിട്ടാൻ നമ്മൾ കേരള ഒരു സ്റ്റേറ്റ് അല്ലേ. നമുക്ക് പ്രധാനമന്ത്രിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് സാറേ. എന്തെങ്കിലും തരും എന്ന് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഇത് ഇവരുടെ മാത്രമല്ല, ദുരന്തത്തിനിരയായ വയനാട്ടിലെ സാധാരണക്കാരെല്ലാം പങ്കുവയ്ക്കുന്ന ഒരാശങ്കയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.